ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ ഓടി എൻ്റെ മടിയിൽ വന്നിരിക്കും. ഞാൻ ഇരിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെയാണ്. എങ്ങനെ തപ്പി വരണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കറക്റ്റായിട്ട് ഓടി വന്ന് എൻ്റെ മടിയിൽ വന്നിരിക്കും. കടിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ. അവൾക്ക് തല ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തല കൊണ്ട് ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ കാണിക്കും, വന്ന് മുട്ടി കാണിക്കും. അപ്പോൾ അവൾക്ക് മാന്തി കൊടുത്താൽ അങ്ങനെ ശാന്തമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. ഞാൻ ഇത്രയും ഇണങ്ങിയൊരു പൂച്ച വേറെ ഇല്ല. വേറെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു കുഞ്ഞ്, അത് നല്ലതായിരുന്നു. പക്ഷെ അത് ഇപ്പം ഇല്ല അതവിടെ. ഇപ്പം ഇവളാണുള്ളത്. ഇവളെയാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ ഓമനിക്കാനൊക്കെ എടുക്കാൻ പറ്റുന്നത്. മറ്റേതൊക്കെ ഇത്തിരി മുതിർന്ന പൂച്ചകളാണ്. ഇവളോടുള്ള അത്ര അടുപ്പില്ല. നമ്മുടെ സ്വന്തമായിട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് ഇവളെയാണ്. മറ്റുള്ളതൊക്കെ പലരുടെയും പൂച്ചകൾ വന്നു പോകുന്നതാണ്. ഞാൻ എഡിറ്റ് ചെയ്യലും ഇതെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോകുമ്പോൾ മാത്രമാണ് ഇവൾ എൻ്റെ അടുത്തുനിന്ന് മാറി ഇരിക്കുന്നത്. അതുവരെ എൻ്റെ മടിയിലിരിക്കും. ഞാൻ ഫോണിലാണ് എഡിറ്റ് ചെയ്യണതൊക്കെ. അപ്പോഴെല്ലാം എൻ്റെ മടിയിലിരിക്കും. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ മാന്തി കൊടുത്താൽ മതി, അവൾ ഹാപ്പിയാണ്. അങ്ങനെ ഒരു പൂച്ചക്കുട്ടിയാണ്. കുട്ടിത്തം മാറി വലുതായി വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര ഇണക്കമാണ്. അവളിങ്ങനെ കൊഞ്ചി ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഒരു ശരീരത്തിനൊന്നും ഒരു ബലമില്ല, ഒരു പഞ്ഞി കൊടുക്ക പോലെ ഇരിക്കുന്ന ഒരു പൂച്ചയാണത്. എത്ര നേരം വേണമെങ്കിലും എങ്ങനെ ഇരുന്നോളും നമ്മുടെ അടുത്ത്. പിണങ്ങുന്നതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇവളോടല്ലെങ്കിൽ പോലും ഓടി അലമാരുടെ അടിയിൽ പോയി ഒളിക്കും പേടിച്ചിട്ട്. അവൾക്ക് ശബ്ദം കൂടുതൽ കേൾക്കുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്താ വഴക്കാണോ എന്താണ് ശബ്ദം കൂടുതലെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുവാണ്. ഭയങ്കര പേടിയാണ് ശബ്ദം കൂടുതൽ. മാറ്റുന്ന ചേട്ടാ എവിടെ? താങ്ക് യു.